നമസ്കാരം. സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണ കഥയുടെ 1-ാം ഭാഗം കേൾക്കാം. സമർപ്പണം വിജയാശാന്തൻ, കോമളപുരം. അവതരണം കൃഷ്ണ രാജീവ്, പോത്തുശ്ശേരി. പണ്ട് ദുഷ്ടന്മാരും അധർമ്മികളുമായ അസുരന്മാർ മൂലം ഭൂമിദേവി വളരെയധികം പീഡിതയായി. അസുരന്മാർ വർദ്ധിച്ചു വന്നു. ഭൂമിദേവിക്ക് അവരെ സഹിക്കുവാനുള്ള കഴിവും ഇല്ലാതായി. അപ്പോൾ ദേവി എന്തു ചെയ്തെന്നോ? ദേവി ഒരു ഗോവിൻ്റെ രൂപം ധരിച്ചു. എന്നിട്ട് ദേവന്മാർ, താപസന്മാർ, മറ്റു സജ്ജനങ്ങൾ എന്നിവരോടൊത്ത് സത്യലോകത്തെത്തി. അവിടെയാണല്ലോ ബ്രഹ്മദേവനുള്ളത്. സത്യലോകത്തെത്തിയ അവർ ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിച്ചു. സങ്കടം കേട്ട ബ്രഹ്മദേവൻ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് എല്ലാവരെയും കൂട്ടി പാൽക്കടൽ മധ്യത്തിൽ അനന്തശായീശ്വരനായ വിഷ്ണു ഭഗവാനെ കാണാനെത്തി. എല്ലാവരും വളരെ ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ പ്രീതനായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 10,000 ആദിത്യന്മാരുടെ ശോഭയുള്ള മഹാവിഷ്ണുവിനെ അവർക്ക് ദർശിക്കാൻ ഭാഗ്യം കിട്ടി. ആപൽബാന്ധവനായ പ്രഭു, ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് ബ്രഹ്മദേവൻ അപേക്ഷിച്ചു. അപ്പോൾ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ ചോദിച്ചു, ബ്രഹ്മദേവ, എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വരാനുണ്ടായ കാരണമെന്താണ്? ഇത് കേട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, സകല ലോകത്തിലുള്ളതൊക്കെയും അറിയുന്ന ഭഗവാനെ, അങ്ങയോടൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞങ്ങളുടെ ദുഃഖകാരണം പറയാം. രാവണൻ എന്നൊരു ശക്തനായ അസുരനും അവൻ്റെ കൂട്ടാളികളും കാരണം 3 ലോകങ്ങളിലും സത്യധർമാദികൾക്ക് രക്ഷയില്ലാതായിരിക്കുന്നു. ആ രാവണൻ എല്ലാവരെയും പീഡിപ്പിക്കുന്നു. 3 ലോകവും അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിൽ നിന്നും വരം നേടി ശക്തനായ രാവണൻ ദേവന്മാരെ ക്രൂരമായി ഉപദേശിക്കുന്നു. സജ്ജനങ്ങളെ ദ്രോഹിച്ച് യാഗാദി കർമ്മങ്ങൾ മുടക്കുകയും ചെയ്യുന്നു. രാക്ഷസന്മാരും അസുരന്മാരും മുനിമാരെ ഭക്ഷിക്കുന്നു. സ്ത്രീകളെയും കണക്കില്ലാതെ പീഡിപ്പിക്കുന്നു. സത്യധർമാദികൾ കാണാനില്ല. മനുഷ്യനാൽ മാത്രമേ രാവണൻ വധിക്കപ്പെടുകയുള്ളൂ. അതിനാൽ ഭഗവാനെ, അങ്ങ് തന്നെ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന് രാവണാദികളെ നിഗ്രഹിച്ചാലും. അല്ലയോ ബ്രഹ്മദേവ, ഞാനെല്ലാം അറിയുന്നുണ്ട്. ബ്രഹ്മദേവ, കഴിഞ്ഞ ജന്മത്തിൽ വളരെയധികം ചിത്തശുദ്ധിയോടെ എന്നെ സേവിച്ച കശ്യപ പ്രജാപതിയും അദ്ദേഹത്തിൻ്റെ പത്നിയായ അദിതിയും ഈ ജന്മത്തിൽ ഇപ്പോൾ ദശരഥ രാജാവായി അയോധ്യയിൽ വാഴുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായി അദിതി ദേവി കൗസല്യ എന്ന പേരിലും വസിക്കുന്നു. അവരുടെ പുത്രനായി ഞാൻ മനുഷ്യരൂപത്തിൽ ജനിക്കുന്നതാണ്. എനിക്ക് സഹോദരന്മാരായി 3 പേരും ജനിക്കും. എൻ്റെ ശക്തിയായ യോഗമായാദേവി ജനകപുത്രിയായി വരും. ഭൂമിദേവിയുടെ പുത്രിയായിട്ടായിരിക്കും ദേവി ജനിക്കുക. ദേവന്മാരെല്ലാം വാനര രൂപികളായും ജനിക്കും. കാലമെത്തുമ്പോൾ ആസുരിക ശക്തികളെ നിഗ്രഹിച്ച് ഭൂമിദേവിയുടെ ഭാരത്തെ ഇല്ലാതാക്കും. ഭഗവാന്റെ വാണി കേട്ട ബ്രഹ്മാവും ഭൂമിദേവിയും മറ്റുള്ളവരും ഭഗവാനെ നമസ്കരിച്ച് സന്തോഷചിത്തരായി മടങ്ങി. ശ്രീരാമദേവൻ്റെ അവതാരവും പ്രതീക്ഷിച്ചുകൊണ്ട് ദേവന്മാർ, മുനിമാർ, സജ്ജനങ്ങൾ എല്ലാവരും ഭക്തിപൂർവം കാത്തിരിപ്പായി. ദേവന്മാരെല്ലാം ശക്തരായ ശരീരികളായി ഭഗവാനെ സേവിക്കുവാനായി ഭൂമിയിൽ വന്ന് പിറക്കുവാൻ തയ്യാറെടുത്തു. അങ്ങനെ ഭഗവാന്റെ അവതാര സമയവും കാത്തിരിപ്പായി. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം. നന്ദി, നമസ്കാരം.